ഹായ് ഗായ്സ്, വെൽക്കം ടു മൈ ചാനൽ. സോ ഇന്നത്തെ വ്ളോഗ് വന്നിട്ട് ഞാനും എൻ്റെ സിസ്റ്ററും കൂടെ ഒന്ന് പുറത്ത് പോകാമെന്ന് തീരുമാനിച്ചു. സോ ഇറ്റ് ഇസ് സിസ്റ്റേഴ്സ് ഡേ ഔട്ട് എന്ന് പറയാം. അപ്പോൾ ഞങ്ങൾ കുറച്ച് പ്ലേസ് എവിടെയാണ് പോകേണ്ടതെന്ന് ഇങ്ങനെ ആലോചിക്കുമ്പോഴാണ് ഐ തോട്ട് ഓക്കെ ലെറ്റ്സ് ഗോ ടു മല്ലേശ്വരം. സോ മല്ലേശ്വരം ഇസ് എ ഹാപ്പനിങ് പ്ലേസ് അല്ലേ. ആൻഡ് അവിടെ ഭയങ്കര രസമാണ്. ഇറ്റ്സ് എ നോസ്റ്റാൽജിയ എന്നൊക്കെ ഞങ്ങൾക്ക് ഭയങ്കരമാണ്. ബിക്കോസ് ഞങ്ങൾ പഠിച്ച കോളേജൊക്കെ അവിടെയാണ്. എൻ്റെ +2 അവിടെ, അവളുടെ ഡിഗ്രി BC ഒക്കെ അവൾ ചെയ്ത അവിടെയാണ്. അപ്പം ഞങ്ങൾ വിചാരിച്ചു ശരി ലെറ്റ്സ് ഗോ ടു മല്ലേശ്വരം. സോ ഇന്ന് അവിടെ പോയിട്ട് നമുക്കൊന്ന് എക്സ്പ്ലോർ ചെയ്യാം. ഓക്കെ, അങ്ങനെ ഞാൻ ഒക്കെ റെഡിയായിട്ട് എൻ്റെ സിസ്റ്ററിൻ്റെ അടുത്തേക്ക് പോവാണ്. കുട്ടികളെ അവിടെ വിടണം. അങ്ങനെ ഞാൻ അവിടെ ചെന്ന് നോക്കുമ്പോഴത്തേക്ക് ഇവിടെ ഇവർ നല്ലോണം സിനിമ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അത് ഏത് സിനിമയാണ്? നമ്മുടെ പണ്ടത്തെ പ്രേമം. വാവ്, നമ്മുടെ മലർമിസ്സും അതൊക്കെ കണ്ടപ്പോൾ എനിക്കും അവിടെ ഇരുന്ന് കാണാൻ തോന്നി. ആൻഡ് ദിസ് ഇസ് വൺ ഓഫ് ദ ബെസ്റ്റ് സീൻ എന്ന് പറയാം ആ പ്രേമം സിനിമയിൽ. ആൻഡ് കുറേ നാളായി സായി പല്ലവിനെ മലയാളം ഇൻഡസ്ട്രിയിലേക്ക് കൊണ്ടുവന്ന മൂവിയാണ്. അപ്പം ഇവർ ഈ ഒരു സീനാണ് സൂപ്പർ. ആൻഡ് അവർ അന്തം വിട്ട് അവളുടെ ഡാൻസ് കണ്ട് നിൽക്കുന്ന ഒരു സീനൊക്കെ. അത് കഴിയുമ്പോഴത്തേക്ക് ശരി ഞങ്ങൾ പറഞ്ഞ് ഇറ്റ് ഈസ് ഗെറ്റിംഗ് ലേറ്റ്. പിന്നെ മഴയുടെ കോളും ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഒരുവിധം കുട്ടികളോട് ഞങ്ങൾ നൈസാക്കിയിട്ട് ഞങ്ങളൊന്ന് പുറത്ത് പോയിട്ട് വരാമെന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ അവരുടെ അടുത്ത് യാത്രയൊക്കെ പറഞ്ഞു. ദേ ആർ ഓൾസോ കൂൾ. അങ്ങനെ ഞങ്ങൾ കുഞ്ഞൻ നല്ല ഹാപ്പി ആയിട്ടാണ് ഞങ്ങളെ വിടുന്നത് കേട്ടോ. അങ്ങനെ ഞാനും എൻ്റെ സിസ്റ്ററും കൂടെ ഞങ്ങൾ മല്ലേശ്വരത്തേക്ക് പോകാൻ തീരുമാനിച്ചു. സോ ഈ ഒരു ഏരിയ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു സ്ഥലം. എന്താണെന്ന് വെച്ചാൽ ഇറ്റ് ഈസ് ഫുൾ ഓഫ് ട്രീസ്. നല്ല സൂതിങ് ആണ്. ആ ഏരിയ കയറുമ്പോൾ തന്നെ യു ക്യാൻ സി രണ്ട് സൈഡിൽ നിന്നും നല്ല മരങ്ങളും. ആൻഡ് ഒരു വല്ലാത്തൊരു ഫീലാട്ടോ മല്ലേശ്വരം എന്ന് പറയുമ്പോൾ. ആ ഫീൽ എന്ന് പറയുമ്പോൾ അവിടെ പഠിച്ചവരും അവിടെ പോകുന്നവർക്കൊക്കെ അതറിയാം ആ ഒരു ഫീല്. അപ്പോൾ ഞാൻ പഠിച്ചതും എൻ്റെ സിസ്റ്റർ പഠിച്ചതും ഒക്കെ അമ്മണി കോളേജിലാണ്. സോ മഹാറാണി ലക്ഷ്മി അമ്മണി കോളേജ് ഫോർ വിമൻ. സോ ഇവിടെയാണ് ഞാൻ എൻ്റെ PUC ചെയ്തതും എൻ്റെ സിസ്റ്റർ ഇവിടെ ഡിഗ്രി ചെയ്തത്. അപ്പം ഞങ്ങളുടെ ഫ്രണ്ട്സ്, ഇപ്പം ഞങ്ങളുടെ +2 ഫ്രണ്ട്സിനൊക്കെ ഇത് കാണുമ്പം അവർക്കും ദേ വിൽ ഗോ ബാക്ക് ടു ദെയർ മെമ്മറീസ്. സോ ഇതാണ് അവിടെ ഉള്ള ഒരു ടെമ്പിളാണ്. സോ ഇവിടെയൊക്കെ ഞങ്ങൾ വരാറുണ്ട്. എന്നിട്ട് ഇവിടെ നമ്മൾ നേരെ പോയി കഴിഞ്ഞാൽ നെക്സ്റ്റ് പ്ലേസ് ഇസ് ദ സാങ്കി ടാങ്ക്. സോ അവിടെ നല്ല രസമാണ്. സോ ദിസ് ഇസ് ആർ കോളേജ്. കണ്ടോ ഇപ്പം എത്ര മാറ്റം ഉണ്ടെന്നറിയോ. ഉള്ളിലേക്ക് കയറിയില്ല. പിന്നെ ഇവിടെയൊക്കെ ഒരു പാനിപൂരി കടക്കാരനുണ്ടായിരുന്നു. പിന്നെ കുറേ വളയും മാലയൊക്കെ വിൽക്കുന്നത്. ബിക്കോസ് നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള ഒരു സ്ഥലമായിരുന്നു നമുക്ക് പർച്ചേസ് ചെയ്യാനും. പിന്നെ ഈ ഗ്രൗണ്ട് പിന്നെ പറയാനുണ്ടോ, ഇവിടെ നിന്നാണ് ബോയ്സ് കോളേജുണ്ട്. അപ്പോൾ അവിടെ നിന്ന് ബോയ്സൊക്കെ ആ ഗ്രൗണ്ടിൽ കിടന്ന് കളിച്ചിട്ട് നമ്മൾ നടക്കുമ്പോൾ നമ്മൾക്ക് കല്ലൊക്കെ എറിഞ്ഞ് വരുമായിരുന്നു. സോ ദിസ് ഈസ് കേന്ദ്ര വിദ്യാലയ. സോ ഇവിടെ നിന്ന് നമ്മൾ ഈ സൈഡിൽ നിന്നാണ് നമ്മൾ നമ്മുടെ ബസ് സ്റ്റോപ്പിലേക്ക് പോകുന്നത്. ആൻഡ് അവിടെ ഫുൾ ഈ CET കൗൺസിലിങ്ങും ഒക്കെ നടക്കുന്ന ഒരു ഏരിയയാണ്. ഭയങ്കര റഷാണ്. ആൻഡ് ദിസ് ഇസ് ദി 18th ക്രോസ്. ആൻഡ് ഇവിടെ നമുക്ക് സെറോക്സ് എടുക്കാനും പിന്നെ PMTC ബസ്സിൻ്റെ പാസ് എടുക്കാനും ഒക്കെ ഞങ്ങൾ ഇവിടെ ആയിരുന്നു വരുന്നത്. പിന്നെ ഇവിടെ കോയിൻ ബോക്സ് ഒക്കെ ഉണ്ടായിരുന്നു. എൻ്റെ ഫ്രണ്ട്സിനറിയാം കോയിൻ ബൂത്തിലൊക്കെ ഞങ്ങൾ എന്തിനാണ് പോയി നിൽക്കുന്നതെന്നൊക്കെ. പിന്നെ കുൽഫി അതൊക്കെ ഇവിടെ നിന്നാണ് നമ്മൾ കഴിക്കുന്നത്. പിന്നെ ഞങ്ങൾ നടക്കാത്ത സ്ട്രീറ്റ്സ് ഇല്ല ഈ ഒരു മല്ലേശ്വരത്ത്. നടന്ന് ഞങ്ങളുടെ ചെരുപ്പൊക്കെ തേഞ്ഞു പോയിട്ടുണ്ട്. സോ ഞങ്ങൾക്കൊന്ന് ബങ്ക് ചെയ്യണം എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ ആദ്യം ചൂസ് ചെയ്യുന്നതൊക്കെ ലെറ്റ്സ് ഗോ ടു 8th ക്രോസ് എന്നുള്ള രീതിയിലാണ് ഞങ്ങൾ ഇതാകുന്നത്. പക്ഷേ ഇവിടെ ഞങ്ങളുടെ ഒരു കൂട്ടുകാരി മാത്രമാണ് ഇവിടെ ഇപ്പം മല്ലേശ്വരത്ത് സെറ്റിലായിരിക്കുന്നത്. പിന്നെ ഇവിടുന്ന് നമ്മൾ ട്യൂഷനൊക്കെ നമ്മുടെ CET ട്യൂഷന് വേണ്ടി ഞങ്ങളിവിടെ കുറേ അന്വേഷിച്ച് നടന്നിട്ട് ഒരു സ്റ്റാൻഡേർഡ് അക്കാഡമിക്സിലൊക്കെ പോയി ചേർന്നിട്ടുണ്ടായിരുന്നു. അതും ഞങ്ങൾക്കൊരു പിക്നിക് പോലെയൊക്കെയാണ് എവിടെ പഠിക്കാൻ. അങ്ങനെ ആ ഒരു അടിപൊളി സ്ഥലമാണ് മല്ലേശ്വരം എന്ന് പറഞ്ഞാൽ. ആൻഡ് നൈറ്റ് ടൈമിലൊക്കെ വന്നു കഴിഞ്ഞാൽ പറയാനുണ്ടോ, അടിപൊളിയാണ്. അങ്ങനെ ഞങ്ങൾ ഇവിടെയൊക്കെ നടന്ന്, പക്ഷെ ഇവിടെ ഒരുപാട് മാറിയിട്ടുണ്ട് കേട്ടോ. ഞങ്ങളൊക്കെ അന്ന് പഠിക്കുമ്പോൾ ഇങ്ങനെയുള്ള കടകളും ഇതൊക്കെ പുതിയ പുതിയ കടകളൊക്കെയാണ്. അന്നൊന്നും ഇതൊന്നും ഇല്ലായിരുന്നു. പിന്നെ ഞങ്ങൾ കൂടുതലും 8th ക്രോസിൽ പോയിട്ടാണ് അവിടെ ഞങ്ങൾ പർച്ചേസിങ്ങും അതൊക്കെ പർച്ചേസ് എന്ന് പറഞ്ഞാൽ വലിയ കാര്യമായിട്ടൊന്നുമില്ല. വെറുതെ അവിടെ പോയി വിൻഡോ ഷോപ്പിംഗ് എന്ന് പറയാം. അവിടെയൊക്കെ പോയി ഇങ്ങനെ വായി നോക്കി എന്തെങ്കിലുമൊക്കെ അഫോർഡബിൾ കാര്യങ്ങളൊക്കെ നമ്മൾ കഴിച്ചിട്ടൊക്കെ വരും.
പിന്നെ ഇവിടുന്ന് നമ്മുടെ കസിനൊക്കെ നാട്ടിൽ നിന്ന് വന്നപ്പം ഞങ്ങൾ ആദ്യം കൊണ്ടുവന്നത് ശരി വാ നമുക്ക് മല്ലേശ്വരത്തേക്ക് പോകാമെന്നും പറഞ്ഞായിരിക്കും. അപ്പം നൈറ്റ് ടൈമിലായിരിക്കും നമ്മൾ കൂടുതലും വരുന്നത്. അങ്ങനെ ഒരു ദിവസം ഇങ്ങനെ വന്നപ്പോഴാണ് ഇവിടെ ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായി. അപ്പോൾ ആ ചേച്ചി വന്നിട്ട് നമ്മൾ ഓട്ടോയിലാണ് വന്നത്. അപ്പം ആ ചേച്ചിക്ക് ഇവിടുത്തെ ഇതൊന്നും അവിടെ നാട്ടിലുള്ള അങ്ങനെ ഇതൊന്നും മനസ്സിലാവത്തില്ലായിരുന്നു. അപ്പം ഈ കല്യാൺ ജ്വല്ലേഴ്സ് ഇതെത്തിയപ്പോഴാണ് പറയുന്നത്. കല്യാൺ ജ്വല്ലേഴ്സാണ് നമ്മൾ കൂടുതലും സ്വർണ്ണമൊക്കെ മേടിക്കാറുള്ളത്, ഒരുപാടല്ല വല്ലപ്പോഴും. സോ അങ്ങനെ പോകുമ്പോൾ ചേച്ചി ഇതുപോലെ നമ്മുടെ ഇവിടെ ഭയങ്കര ലൈറ്റിംഗ് ഒക്കെ ആണല്ലോ രാത്രി. ഈ കാണുന്ന ഒരു സിൽക്ക് കടയുണ്ട്, കാമാക്ഷി സിൽക്സ്. അപ്പോൾ ഇവിടെ ഫുൾ ലൈറ്റിങ്ങും കാര്യങ്ങളും. അപ്പോൾ ഈ ചേച്ചിയുടെ വിചാരം ഇത് ഏതൊരു അമ്പലമാണെന്ന് പറഞ്ഞ് ചേച്ചി ഇവിടെ നിന്നൊന്ന് തൊഴുതു. പിന്നെ ആണ് ഞങ്ങൾ പറഞ്ഞ ചേച്ചി ഇതങ്ങനെയല്ല, ഇവിടെയൊക്കെ സിൽക്ക് കടയിലൊക്കെ ഇങ്ങനത്തെ ലൈറ്റിങ്സ് ആണ് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ പാർക്ക് ചെയ്യാൻ വേണ്ടി 8th ക്രോസിലേക്ക് പോകാനാണ് തീരുമാനിച്ചത്. അപ്പം അതിൻ്റെ ജസ്റ്റ് ബാക്ക് സൈഡിൽ നമുക്ക് പാർക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു. സോ ഞങ്ങൾ അവിടെ പാർക്കിംഗ് സ്ഥലം അന്വേഷിച്ച് പോയതാണ്. അപ്പം നോക്കുമ്പോഴത്തേക്കും നമ്മൾ എവിടെ നോ പാർക്കിംഗ് എന്ന് എഴുതി അവിടെ തന്നെ നമ്മൾ പാർക്ക് ചെയ്യത്തുള്ളൂ. അത് നമ്മുടെ ഒരു പ്രത്യേകതയാണ്. അങ്ങനെ ഇതൊക്കെ പാർക്ക് ചെയ്തിട്ട് നമ്മൾ 8th ക്രോസിലേക്ക് നടക്കുകയാണ്. അപ്പം ജസ്റ്റ് അതിൻ്റെ അപ്പുറം തന്നെയാണ് 8th ക്രോസ്. സോ ഇവിടെയൊക്കെ ഇഷ്ടംപോലെ ആൾക്കാരാണ് അവരുടെ ഓരോ കാര്യങ്ങൾ വിൽക്കാൻ നിൽക്കുന്നത്. ഓരോ മുക്കിനും മൂലയിലും നമുക്ക് കാണാം ഓരോ സാധനങ്ങൾ വിൽക്കുന്നത്. സോ ഇവിടെ ഇങ്ങനെ നമ്മൾ ഓരോ സാധനങ്ങൾ നോക്കി നോക്കി നടക്കുക, വേണമെങ്കിൽ മേടിക്കാമില്ലെങ്കില്ല. പക്ഷെ ഞങ്ങൾ കൂടുതലും വിൻഡോ ഷോപ്പിംഗ് ആയിരുന്നു, അധികമൊന്നും മേടിച്ചില്ല. ആൻഡ് ഇവിടെ എല്ലാം ചീപ്പ് റേറ്റിന് കിട്ടും. കുർത്തീസൊക്കെ ഇഷ്ടമുള്ളവർ വന്ന് കുർത്തീസ് അങ്ങ് വാങ്ങാം. പിന്നെ അതേമാതിരി എന്ത് കാര്യം വേണം അത് ഇങ്ങോട്ട് വന്നാൽ മതി, എല്ലാം കിട്ടും. പിന്നെ ബ്ലൗസൊക്കെ റെഡിമെയ്ഡ് ബ്ലൗസ് അതും വിൽക്കുന്നുണ്ട്. പിന്നെ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ആക്സസറീസ് അതൊക്കെ ഇവിടെ കിട്ടും. പിന്നെ ഓരോ ലൈനിലും നമുക്ക് കാണാം ഈ കമ്മലിൻ്റെ. ഇവിടെയൊക്കെ എന്തെടുത്താലും 100 രൂപ. ഓക്കെ, സോ ഏത് വേണമെങ്കിലും ചൂസ് ചെയ്യാം. അപ്പോൾ എൻ്റെ അനിയത്തിയാണെങ്കിൽ അവൾക്ക് ഇഷ്ടപ്പെട്ടു ഈ ഒരു ആൻറ്റിക് കളക്ഷൻ. സോ ഇത് ജസ്റ്റ് 100 റുപ്പീസ് ആട്ടോ. അങ്ങനെ അതൊക്കെ ഞങ്ങൾ വാങ്ങി. ഞാനൊരു റിങ് വാങ്ങിച്ചു. ശരി, അതെല്ലാം എടുത്ത് ഞങ്ങൾ പോവാണ്. അപ്പോൾ നെക്സ്റ്റ് ഞങ്ങൾ വിചാരിച്ചു കുട്ടികൾക്ക് എന്തെങ്കിലും വാങ്ങണോ എന്ന് വിചാരിച്ചു. പിന്നെ വേണ്ട, എപ്പോഴും അത് മേടിച്ചാലും യൂസ് ഒന്നും ചെയ്യത്തില്ല, വെറുതെ അവിടെ വേസ്റ്റായി കിടക്കത്തേ ഉള്ളൂ. പിന്നെ അതെ, ഈ കടയിൽ നിന്നാണ് നമ്മൾ മിക്കപ്പോഴും മസാല പൂരി കഴിക്കുന്നത്. ഇവിടെ നമുക്കെല്ലാം കിട്ടും, പിസ്സ കിട്ടും, പിന്നെ സ്വീറ്റ് കോൺ അങ്ങനെയുള്ള സംഭവം. പിന്നെ ഞങ്ങളുടെ സ്ഥിരം ഒരു അഡയാണ് രാംദാസ് എന്നായിരുന്നു കട. അപ്പോൾ ആ കടയുടെ പേരൊക്കെ എടുത്ത് കളഞ്ഞു. സോ ഇവിടെ നിന്നാണ് ഞങ്ങൾ സ്ഥിരം പിസ്സ കഴിക്കുന്നത്. സോഫ്റ്റിയൊക്കെ അന്നുണ്ടായിരുന്നു, പക്ഷേ ഇപ്പോൾ അവിടെ സോഫ്റ്റി ഒന്നും കാണുന്നില്ല. അപ്പം ഞങ്ങൾ ഇവിടെ ചെന്ന് ഓക്കെ നമുക്കിന്ന് ഇവിടെ നിന്നൊന്ന് കഴിക്കാം, അപ്പോൾ എന്താ ഓർഡർ ചെയ്യേണ്ടതെന്നൊക്കെ ഫുൾ പ്ലാനിങ് ഒക്കെ ചെയ്ത് അപ്പോൾ ഞങ്ങൾ ഒരു വെജ് പിസ്സ, അതായത് കോണിൻ്റെ പിസ്സയും ഒക്കെ മേടിക്കാമെന്നൊക്കെ തീരുമാനിച്ച് ഞങ്ങളകത്തേക്ക് കയറി. അപ്പോൾ അവിടെ ചെന്നപ്പം ഞങ്ങൾ ആ +2 പഠിച്ചപ്പോൾ കണ്ട ആ ചേട്ടൻ തന്നെയാണ് അവിടെ പിസ്സ ഉണ്ടാക്കുന്നത്. കുറേ വർഷങ്ങൾക്ക് മുന്നേ, ഒരു 2006 എന്ന് പറയാം, ആ സമയത്തുള്ള അതേ ചേട്ടൻ തന്നെയാണ് അവിടെ പിസ്സ ഉണ്ടാക്കുന്നത്. ആൻഡ് നല്ല രസമാണ് അത് കണ്ടുകൊണ്ട് നിൽക്കാൻ. അദ്ദേഹം ആ ചീസൊക്കെ അതിൻ്റെ പുറത്ത് വയ്ക്കുന്ന, അതിൻ്റെ അകത്തേക്ക് കയറ്റുന്നൊക്കെ ഞങ്ങൾ ഇങ്ങനെ നോക്കി നിൽക്കുമായിരുന്നു. അപ്പോഴാണ് മനസ്സിലാക്കിയത് അവിടെ ഫോൺ പേ എന്നൊരു സംഭവമില്ല, ഞങ്ങളുടെ കയ്യിൽ ക്യാഷും ഇല്ല. അങ്ങനെ ആകെ ദുഃഖിതരായിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ ശരി പിസ്സ, പിന്നെ ഇനി എന്താ, മറ്റേ കടയിലാണ് ഭയങ്കര തിരക്കുമാണ്. പിന്നെ ഞങ്ങൾ ശരി എന്തെങ്കിലും ആവട്ടെ എന്ന് പറഞ്ഞിട്ട് ചെരുപ്പ് കട. ഇവിടെ വന്നാൽ ചെരുപ്പ് മേടിക്കാതെ പോകാൻ പറ്റില്ല. അപ്പം ഇവിടെയും ചീപ്പ് റേറ്റാണ് ചെരുപ്പിനൊക്കെ. ജസ്റ്റ് 100 രൂപ 150 രൂപയ്ക്കൊക്കെയാണ് കിട്ടുന്നത്. പിന്നെ ഈ ഒരു സ്ഥലത്ത് ഒരുപാട് വളയും മാലയൊക്കെ, പക്ഷേ ഇപ്പോൾ അവർ കുറച്ചിട്ട് ഇപ്പോൾ വേറെ ഉള്ള സംഭവങ്ങളൊക്കെയാണ്. അതായത് എനിക്ക് തോന്നുന്നു ഉമാ ഗോൾഡ്, റോൾ ഗോൾഡ് അങ്ങനെയുള്ള പീസസൊക്കെയാണ് ഇവിടെ വെച്ചിരിക്കുന്നത്. പിന്നെ ആസ് യു സി എല്ലാ മുക്കിനും മൂലയിലും ഇങ്ങനെ കമ്മൽ സെറ്റും വള അങ്ങനെയുള്ള സംഭവം. പിന്നെ അതിൻ്റെ ഇടയിലൊക്കെ ഇവിടുത്തെ പച്ചക്കറികൾ പറയാതിരിക്കാൻ വയ്യ കേട്ടോ. ഓൾ ആർ സോ ഫ്രഷ്. കാണുമ്പോൾ തന്നെ നമുക്കത് വാങ്ങിക്കാൻ തോന്നും. സോ ഫ്രഷ്, അതിൻ്റെ കളറായാലും. പിന്നെ കുറേ ബാംഗിൾ സെറ്റ്. ഇപ്പോൾ ആരും പിന്നെ ഈ ബാംഗിൾസ് ഒന്നും അങ്ങനെ വാങ്ങിക്കാറില്ല. പണ്ട് ഞങ്ങളുടെയൊക്കെ സമയത്ത് ഓരോ ഡ്രസ്സിനും മാച്ചിങ് ആയിട്ടുള്ള കുപ്പിവള ഇടണം, അതൊരു മാൻഡേറ്ററി ആയിരുന്നു. പിന്നെ ഇവിടെ പൂജ ഐറ്റംസ്, ആസ് യു നോ മല്ലേശ്വരം ഒരുപാട് അമ്പലങ്ങളൊക്കെ ഉള്ളതാണ്. അപ്പം ഡെഫിനറ്റ്ലി അവിടെ പൂജ ഐറ്റംസിനുള്ള സംഭവങ്ങളും കൂടുതലാണ്. പിന്നെ കണ്ടില്ലേ വെണ്ടയ്ക്കയൊക്കെ, അപ്പോൾ അതൊക്കെ മേടിക്കണമെന്നുണ്ടായിരുന്നു, പിന്നെ വേണ്ട. പിന്നെ ഞങ്ങളുടെ ഉള്ളിലേക്ക് ഇനി അടുത്ത സ്ട്രീറ്റിലേക്ക്, ഇങ്ങനെ ഓരോരോ സ്ട്രീറ്റിലേക്ക് ഇങ്ങനെ കയറി പോകുമ്പം
ഞങ്ങൾ അവിടെ ഒരു കട കണ്ടു. സോ ഞങ്ങൾ വിചാരിച്ചത് കുട്ടികളുടെ കടയാട്ടോ. അപ്പോൾ അവർക്ക് എന്തെങ്കിലും വാങ്ങാമെന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങൾ ഈ കടയിൽ കയറി. അതിൻ്റെ പേര് കണ്ടില്ലേ, ഇറ്റ് ഇസ് ബാഡ് ഹാബിറ്റ്സ്. കുട്ടികൾക്ക് ഇതൊരു ബാഡ് ഹാബിറ്റ്സ് ആണ്. സോ ഞങ്ങളിവിടെ കയറി. അപ്പം അവിടെ എല്ലാം സോ ക്യൂട്ട് തിങ്സ് ആട്ടോ അവിടെ ഓരോ സംഭവം. ആൻഡ് ഇറ്റ് ഈസ് കോസ്റ്റ്ലി ടു. സോ ഇതിൻ്റെ വിലയൊക്കെ കണ്ടപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ചുമ്മാ നമുക്കിതൊക്കെ നോക്കി ഒന്ന് വീഡിയോ എടുത്ത് പോകാമെന്ന് വിചാരിച്ചു. ആൻഡ് ഓൾ മാലകളാവട്ടെ, പിന്നെ കുട്ടികൾക്കുള്ള ഇത്, അതായത് നമ്മുടെ ഫ്രിഡ്ജിനകത്തൊക്കെ വെക്കാൻ പറ്റുന്ന രീതിയിലുള്ള മാഗ്നറ്റ് അതും ഉണ്ട്. ഓക്കെ, അപ്പോൾ ബാക്കി ഞാൻ പറയാം. ഇത് ഓൾമോസ്റ്റ് ഇപ്പോൾ ഭയങ്കര ട്രെൻഡിങ് ആയിട്ട് വരുന്ന കുറേ കീ ചെയിൻസ് ആണ്. എസ്പെഷ്യലി ഗേൾസിന് ഭയങ്കര ഇഷ്ടപ്പെടും. അപ്പോൾ അമ്മണിക്ക് കുറച്ച് വാങ്ങിക്കാമെന്നൊക്കെ വിചാരിച്ചു, പക്ഷേ ഒടുക്കത്തെ വില ആയതുകൊണ്ട് വേണ്ടാന്ന് വെച്ചു. പിന്നെ എൻ്റെ മോനിപ്പം ഫുട്ബോളിൻ്റെ പ്രാന്തായതുകൊണ്ട് അവന് വേണ്ടി നോക്കി. പക്ഷേ ഇതൊക്കെ വെറുതെ എന്തിന് ഇത്രയും പൈസ കൊടുക്കുന്നത്? 2 ദിവസം ഇതിനോടുള്ള സ്നേഹം കാണിക്കും, പിറ്റേ ദിവസം കാണാം അത് അവിടെ ഇവിടെയും കിടക്കുന്നത്. ദേ നിൽക്കുന്നു കുറേ ഇവന്മാരൊക്കെ കാരണം എന്തോരം പൈസ ചിലവായിട്ടുള്ളതെന്നറിയോ. പൈസയൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് ഞാൻ ആരായനെ എന്നൊക്കെ വലിയ വീമ്പിളക്കാം, ഞാൻ എവിടെ എത്തത്തില്ലായിരുന്നു. അങ്ങനെ കുറേ പോസ്റ്റേഴ്സൊക്കെ ഇവിടെ കണ്ടോ. അങ്ങനെ കുറേ നറൂട്ടോയും ആനിമേസൊക്കെ ഉള്ള കുറേ ചെറിയ 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 സ്റ്റാച്യൂസ്, അതിനങ്ങനെയൊക്കെയാണ് പറയുന്നതെന്ന് തോന്നുന്നു. എന്തായാലും ഈ കട കൊള്ളാം, കിടിലം. മക്കളെയും കൊണ്ട് പോയാൽ നമ്മൾ മുടിയും എന്നുള്ളത് ഉറപ്പായതുകൊണ്ട് അവരില്ലാതെ വേണമെങ്കിൽ വെറുതെ പോയി അവർക്ക് വല്ല ഗിഫ്റ്റ് കൊടുക്കാൻ ഇത് നല്ലതാണ്. അങ്ങനെ ഞങ്ങൾ ചുമ്മാ ഒന്ന് വായി നോക്കി എല്ലാം നടന്നതിന് ശേഷം ഇവിടെ നിന്ന് ഇറങ്ങാമെന്ന് പതുക്കെ വിചാരിച്ചു. എല്ലാത്തിൻ്റെയും വില കാണുമ്പോൾ അത് തിരിച്ചങ്ങനെ ആ സ്പീഡിൽ തന്നെ വെക്കും. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. എനിക്ക് കഷണ്ടി ഉണ്ടോ? കുറച്ച് ബാക്കിയുണ്ടല്ലോ മുടി അവിടെ ഉച്ചിയിൽ. അതെ അതെ, ഓക്കെ, അത് എന്തായാലും ആവട്ടെ. അവിടെ നോക്കാം, നല്ല പൂ കച്ചവടക്കാരിയൊക്കെ ഉണ്ടല്ലേ. മുല്ലപ്പൂവൊക്കെ നല്ല രസമാണ് കാണാൻ, പക്ഷെ മേടിക്കാൻ പറ്റില്ല, ഞങ്ങളൊന്നും പൂ യൂസ് ചെയ്യാറില്ല. അപ്പോൾ അങ്ങനെ ആ സ്ട്രീറ്റിലൂടെ നടന്ന് നോക്കുമ്പോൾ ഇഷ്ടംപോലെ ചീര, തുളസി, മുക്കിനും മൂലയിലും നമുക്ക് കാണാൻ പൂക്കൾ. ബിക്കോസ് അവിടെ ഇഷ്ടം പോലെ ടെമ്പിൾസ് ആണുള്ളത്. പിന്നെ ആ ഏരിയയിലേക്ക് നമുക്ക് കടക്കാൻ പറ്റില്ല, കാല് കുത്താനുള്ള സ്ഥലം പോലും ഇല്ല. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു നമുക്കിനി ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് നമുക്കൊന്ന് മൂവ് ചെയ്ത്, ബിക്കോസ് അവിടെ നോക്കിക്കേ എന്ത് തിരക്കാണ്. ഞായറാഴ്ചയാണ്. അപ്പം ഞങ്ങൾ ഓപ്പോസിറ്റിലേക്ക് നടക്കാൻ തുടങ്ങി. അതെ, ഞങ്ങൾ എപ്പം മല്ലേശ്വരത്ത് വന്നാലും ഞങ്ങൾ സ്ഥിരം കവർ ചെയ്യുന്ന സ്ഥലങ്ങളായിരുന്നു ഇത്രയും നേരം നിങ്ങൾ കണ്ടത്. അപ്പോൾ ഇത് ഞങ്ങൾ വേറെ സൈഡിലേക്കാണ്. അപ്പോൾ വേറെ സൈഡിലും ഏതാണ്ട് ഇങ്ങനെയൊക്കെ തന്നെയാണ്, വലിയ മാറ്റമൊന്നും ഇല്ല, എന്നാലും ക്രൗഡ് കുറച്ച് കുറവാണ്. കോസ്മെറ്റിക്സ് ഒക്കെ കണ്ടില്ലേ, അതും നല്ലതാണ്, ചീപ്പ് റേറ്റിനാണ്. പക്ഷെ ഞങ്ങൾക്ക് അത് ആവശ്യമില്ല, ഞങ്ങൾ ജസ്റ്റ് നോക്കിയതേ ഉള്ളൂ. എൻ്റെ കമ്മലൊക്കെ നഷ്ടപ്പെട്ടില്ല, അങ്ങനെ ഞാനൊരു കമ്മലൊക്കെ വാങ്ങിയിട്ടു. നീ അല്ല, ഞാനാ വാങ്ങിച്ചത്. അത് തന്നെ, ഇവളാണ് എനിക്ക് വാങ്ങിച്ചു തന്നത്. അവിടെ കുട്ടികളൊക്കെ കളിക്കാനുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ കണ്ടു, പക്ഷെ ഞങ്ങൾ വാങ്ങിച്ചില്ല. അപ്പം മൊത്തത്തിൽ പറയുകയാണെങ്കിൽ ഞങ്ങൾക്ക് വേണ്ടി മാത്രമുള്ളൊരു ഷോപ്പിംഗ് ആയിരുന്നു. പിള്ളേർക്ക് ഒരു വക വാങ്ങിച്ചിട്ടില്ലായിരുന്നു. വല്ലപ്പോഴും ഒക്കെ ഞങ്ങൾക്ക് വേണ്ടിയും ചെയ്യണ്ടേ ഞങ്ങൾ? അതെ അതെ, നമ്മളങ്ങനെ റെയറാണ് ഒരുമിച്ച് പോകുന്നത്. അപ്പോൾ ഇപ്രാവശ്യം അങ്ങനെ പോയി. പിന്നെ ഇവിടെ നിന്നൊക്കെയാണ് ഞങ്ങൾ റാപ്പർ ഓൺ അങ്ങനെയുള്ള കാര്യങ്ങൾ, ഇവിടെ ചീപ്പ് റേറ്റിലാണ് സാധനങ്ങളൊക്കെ കിട്ടുന്നത്. പിന്നെ ഈ GKB എന്ന് പറയുമ്പോൾ ഞാൻ ആദ്യമായിട്ട് എൻ്റെ ജോബ് തുടങ്ങിയത് അതിൻ്റെ ഹെഡ് ഓഫീസിലായിരുന്നു. ഒരു മിനിറ്റ്, ഇവിടെ എൻ്റെ ഭർത്താവും ഞാനും ഡേറ്റ് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഇവിടുന്ന് കുറച്ച് ഡ്രസ്സ് വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇവിടെ പറയുന്നതും ഞാൻ അത് തന്നെയാണ്. എൻ്റെ ഭർത്താവ് എന്നെ ഡേറ്റ് ചെയ്യുന്ന സമയത്ത് ഉള്ള ബ്രാൻഡഡ് ഷോപ്സിൽ മാത്രമേ കൊണ്ടുപോയിട്ടുള്ളൂ. ഇപ്പോൾ അങ്ങനൊരു സംഭവമേ ഇല്ല. എന്താണോ കാര്യം? അത് കഴിഞ്ഞല്ലോ, കാര്യം കടക്കുപോലെ നാരായണനല്ലേ. ഈ കുർത്തി കൊണ്ടോ എന്ത് രസമല്ലേ. പക്ഷേ ഇതിന് 650 രൂപയാണെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ അങ്ങനെ അതേപോലെ അങ്ങ് പോയി. ശരി വേണ്ട ചേട്ടാ, പാൻറ് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ മേടിച്ചില്ല. പിന്നെ ഞങ്ങൾക്ക് വല്ലാത്ത വിശപ്പായതുകൊണ്ട് ശരി നമുക്ക് ഉടുപ്പി ഹോട്ടലിലേക്ക് പോവാമെന്ന് വിചാരിച്ചു. അവിടെ അതേ ഉണ്ടായിരുന്നുള്ളൂ, അതുകൊണ്ട് അതിൽ കയറിയത്. പക്ഷെ മെയിൻ റീസൺ എന്ന് വെച്ചാൽ മഴ പെയ്യുന്ന, അപ്പം എവിടെയെങ്കിലും ഒരു തണൽ വേണമല്ലോ എന്ന് വിചാരിച്ച് ഞങ്ങള് അതിനകത്തോട്ട് കയറിയതാണ്. പക്ഷെ ഈ കാണുന്ന വെളിയിലുള്ള ലുക്കേ ഉള്ളൂ, ഉള്ളിലൊന്നും വലിയ വൃത്തിയില്ലായിരുന്നു. സത്യമായിട്ടും പഴഞ്ചൻ ഒരു ഉടുപ്പിയായിരുന്നു. അതെ, അപ്പൊ നമ്മള് വലിയ പ്രതീക്ഷയോടൊക്കെയാണ് ആ പേര് നോക്കി ഞങ്ങൾ അകത്ത് കയറിയത്. എന്നിട്ട് അവർ മെനു എന്താ വേണ്ടെന്നൊക്കെ ചോദിച്ച് നമ്മൾ എന്തൊക്കെയോ ഓർഡർ ചെയ്തു. അപ്പോൾ മെനു ഒക്കെ കൊണ്ട് തന്നു. നീ എന്തിനാ ഞാൻ താളമിടുന്നൊക്കെ എടുത്തത്? വെറുതെ ഇരിക്കട്ടെ. പക്ഷെ അദ്ദേഹം നമ്മൾ ജ്യൂസ് പറഞ്ഞിട്ട് അയാൾ പറഞ്ഞ് ലാസ്റ്റ് തരാം, എന്നിട്ട് ജ്യൂസും കുടിച്ചില്ല. അതെ, അതുകൊണ്ടല്ല പൈസ ലാഭിച്ചു ഞാൻ അവിടെ. നമ്മൾ എന്തായിരുന്നു ഓർഡർ ചെയ്തത്? ഞാൻ ഒരു റവ ദോശയും പിന്നെ നീ ഒരു ഫ്രൈഡ് റൈസും പിന്നെ എന്തോ ഒരു സ്റ്റാർട്ടർ. ഈ കിടക്കുന്നതാണ് ബേബി കോൺ പെപ്പർ ഡ്രൈ. ഉപ്പ് കൊണ്ട് ഇറക്കാൻ പറ്റത്തില്ലായിരുന്നു, എങ്കിലും ഞങ്ങൾ കഴിച്ചു. സോസൊക്കെ വെച്ച് ഞങ്ങൾ കഴിച്ചു.
പിന്നെ അമ്മു റവ ദോശ മേടിച്ചു, അതിനകത്ത് ഉപ്പ് കുറവായിരുന്നു. ഉപ്പ് കുറവായിരുന്നു. എനിക്ക് തോന്നുന്നു ആ ഉപ്പും കൂടെ അവർ ആ പെപ്പറിനകത്ത് ഇട്ടു. അതെ അതെ അതെ. എനിക്ക് റവ ദോശ ഒരു വീക്ക്നെസ് ആണ്. ഷെസ്വാൻ ദിസ് വാസ് ദ ബെസ്റ്റ് എന്ന് പറയാം. മൂന്നിനകത്ത് നമ്മൾ നോക്കുമ്പോൾ ഇത് ഇതായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിച്ച് ഞങ്ങൾ ജ്യൂസും കുടിച്ചില്ല. അങ്ങനെ ഇതാണ്. ഇനിയിപ്പോൾ വല്ലപ്പോഴും നിങ്ങൾ മലേശ്വരം വരുവാണെങ്കിൽ ആരും ഇവിടെ പോകാതിരിക്കാൻ മറക്കരുത്, ഒന്ന് കയറിയായിരുന്നു. ഞങ്ങളുടെ എക്സ്പീരിയൻസ് നിങ്ങൾക്കും കിട്ടണം. അങ്ങനെ ഞങ്ങൾ ഷോപ്പിംഗ് എല്ലാം ഷോപ്പിംഗ് എന്ന് പറഞ്ഞാൽ വലിയതായിട്ടൊന്നും ചെയ്തില്ല. അപ്പോൾ ഇതൊക്കെയാണ് മല്ലേശ്വരം. ഞങ്ങളങ്ങനെ അവിടെ എല്ലാം കവർ ചെയ്ത്. മല്ലേശ്വരം എന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് എപ്പോഴും ഒരു നൊസ്റ്റാൾജിയും ഒരു ഫീലിംഗുമാണ്. കാരണം രണ്ടുപേരും അമ്മനി കോളേജിലാണ് പഠിച്ചത്. അതെ അതെ. പിന്നെ ഞങ്ങളുടെ ആ പഴയ കാലങ്ങളൊക്കെ ഞങ്ങൾക്ക് ഓർമ്മ വരും. ഞങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ കൂടെ ഹാങ് ഔട്ട് ചെയ്തതും അന്നത്തെ സമയത്ത് കിട്ടുന്ന പോക്കറ്റ് മണിക്കായിരിക്കും ഞങ്ങൾ എന്തെങ്കിലും വാങ്ങിക്കുന്നത്. നീ അങ്ങനെ വല്ലതും ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്ക് ഡൗട്ടാണ്. ഞാൻ ചെയ്തിട്ടുണ്ട്. ഞാൻ അങ്ങനെ ചെയ്യാറൊന്നുമില്ല. ഞാൻ ജസ്റ്റ് അവരുടെ കൂടെ പോകത്തേ ഉള്ളൂ. ജസ്റ്റ് കുറച്ച് നേരം പോകുമ്പോഴത്തേക്ക് എനിക്ക് വയ്യാണ്ടാവും. ഇപ്പോഴും ഇതൊക്കെ തന്നെ അവസ്ഥ. പിന്നെ ഈ ഒരു സിൽക്ക് സാരി നിങ്ങളുടെ ഓൾഡ് സ്റ്റഫ്സ് ഉണ്ടെങ്കിൽ ഇവിടെ കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ അവർ ക്യാഷ് തരുന്നതായിരിക്കും. അപ്പോൾ അവർ സ്പോട്ടായിട്ട് നമുക്ക് ക്യാഷ് തരും. എന്ത് രേഷ്മ സിൽക്സ് ഉണ്ടെങ്കിലും ഇവിടെ കൊടുത്താൽ മതി ഗൈസ്. അപ്പോൾ ഇവിടെ വിസിറ്റ് ചെയ്യൂ. പിന്നെ ഇവിടെ കുറേ എന്താ പറയുക ആക്സസറീസ് ഉള്ള കടകളുണ്ട്. ആൻഡ് അങ്ങനെ മൊത്തത്തിലൊരു വിൻഡോ ഷോപ്പിംഗ് ആയിരുന്നു ഞങ്ങളുടെ. അതെ അതെ. ജസ്റ്റ് അങ്ങനെ നോക്കി പിന്നെ ഞങ്ങളുടെ ബൈക്ക് മതിയായി ഞങ്ങൾക്ക്, വീണ്ടും തിരിച്ചു പോകണമല്ലോ. അങ്ങനെ പിന്നെ ബൈക്കൊക്കെ എവിടെയാണെന്ന് പാർക്ക് ചെയ്യുന്നതൊക്കെ അറിഞ്ഞില്ല. പിന്നെ ഇപ്പം ഒരു പച്ചക്കറി പിന്നെ ഫ്രൂട്ട് സെക്ഷനിലേക്ക് നമുക്ക് കടക്കാം. എന്താണെന്ന് വെച്ചാൽ ഇത് കാണുമ്പം മേടിക്കാതിരിക്കാൻ പറ്റത്തില്ല. മമ്മീനെ കൊണ്ടാണ് വന്നതെന്ന് വെച്ചാൽ ഡെഫിനറ്റ്ലി ഈ സാധനങ്ങളൊക്കെ ഞങ്ങൾ വാങ്ങിച്ചേനെ. ഇത് കണ്ടില്ലേ, ഞങ്ങൾ പിന്നെ നെല്ലിക്കയൊക്കെ വാങ്ങിച്ചു. അപ്പോൾ അച്ചാറിടാൻ വേണ്ടി മമ്മി പറഞ്ഞു വിട്ടായിരുന്നു അവിടെ നെല്ലിക്ക കാണുമെങ്കിൽ മേടിക്കണേന്ന്. ഇതെന്തായിരുന്നു? ഇതിനെ നമ്മൾ അമ്പഴങ്ങ എന്നാണ് തോന്നുന്നു വിളിക്കുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ അത് അമ്പഴങ്ങ അല്ലെങ്കിൽ ഇനിയിപ്പോൾ നമ്മുടെ വായിൽ അമ്പഴങ്ങ കുത്തിക്കയറ്റിയാലോ അമ്മ. അതുകൊണ്ട് ഞങ്ങളത് നിങ്ങൾക്കറിയാമെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യൂ ഗൈസ് ഇതെന്താന്ന്. അത് തന്നെ. പിന്നെ ഞങ്ങൾ അവിടുന്ന് അപ്പൊ ഈ സ്ട്രീറ്റ് ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്. ഫുൾ രണ്ട് സൈഡിലും പച്ചക്കറിയും എല്ലാം തമിഴിയൻസ് ആട്ടോ. അവിടെ നല്ല രസമാണ്. അവരോട് നമ്മളോട് സംസാരിക്കുന്നതും ഒക്കെ നല്ല രസമാണ്. അപ്പം ഞാനാണെങ്കിൽ ഓരോ ആൻറ്റിമാരുടെ കയ്യിൽ നിന്നും ഓരോന്ന് വാങ്ങിച്ചിട്ട് വരുമായിരുന്നു. ലെമൺ എല്ലാം ഇവരുടെ കയ്യിൽ എന്ത് വാങ്ങിച്ചാലും 50 രൂപയാണ്. അപ്പൊ ഞാൻ 50 രൂപയ്ക്ക് 2-3 ഐറ്റംസ് ഒക്കെ ഈ ചീര ചോദിച്ചപ്പോഴും അവർ ഈ ഒരു കെട്ടിന് ഭയങ്കര ധാരാളം ഉണ്ടായിരുന്നു. എന്നിട്ട് അവർ നമുക്ക് 40 രൂപയ്ക്ക് തന്നെന്ന് തോന്നുന്നു ആ ചീര. അങ്ങനെ ഞങ്ങൾ ആ ചീരയും വാങ്ങിച്ചു, കുറച്ച് നാരങ്ങയും വാങ്ങിച്ച് ഞങ്ങൾ പിന്നെ അങ്ങനെ പോകുമ്പം പിന്നെ അവിടെ കുറേ പച്ചക്കറിയുള്ള സെക്ഷനിലേക്ക് നമ്മൾ കടക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഒരു അമ്പലം കാണാം. അത് രാഘവേന്ദ്ര സ്വാമീൻ്റെ ടെമ്പിളാണ്. ഈ മല്ലേശ്വരത്തിന് ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഫുൾ അമ്പലം കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അവിടെ ശ്രുതി ബാബൻ്റെ അമ്പലമുണ്ട്, രാമൻ്റെ അമ്പലമുണ്ട്, ഗണപതിയുടെ അമ്പലമുണ്ട്, അങ്ങനെ കുറേ ദേവിയുടെ കുറേ അമ്പലങ്ങൾ. അതെ അതെ. അതൊക്കെ ഓരോ ഞാനും എൻ്റെ കൂട്ടുകാരിയും കൂടെ 10th ക്രോസിലൊരു അമ്പലം, അവിടെ മൊത്തം ലൈനായിട്ട് അമ്പലങ്ങളാണ്. ആ അമ്പലം ഞങ്ങൾ ആക്ച്വലി ഒരു പ്രാവശ്യം അവിടെ പോയിട്ട് വ്ളോഗ് എടുക്കുന്നതായിരിക്കും. വെരി ബ്യൂട്ടിഫുൾ. ടൈം വിൽ ഗോ ദേർ. പിന്നെ ഇവിടെയും അത് തന്നെയാണ്, എന്തെടുത്താലും 50 രൂപ. അങ്ങനെ നമ്മൾ ആ പെപ്പർ ഇത് ബെല്ല് മേടിക്കാനാണ് പോയത്. പക്ഷെ അത് വാങ്ങിച്ചില്ല, വേറെ ഒക്കെ വാങ്ങിച്ചു. ബെൽ പെപ്പേഴ്സ് അതിൻ്റെ ഉൾട്ടല്ലേ ഞാൻ പറഞ്ഞോളൂ. അതിനകത്ത് ഇത്ര ഇതെന്താ? ഇത് അവിടെ കണ്ടില്ലേ, ഇതെനിക്കൊരു നല്ല ഇതായിട്ട് തോന്നി. അവരാ കുറച്ച് പച്ചക്കറി നന്നായിട്ട് അറേഞ്ച് ചെയ്ത് വെച്ചു. അത് വേറൊരു അമ്മൂമ്മയായിരുന്നു അത് വിറ്റോണ്ടിരുന്നത്. അമ്മൂമ്മ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് മാറിയതാണ്. അതെ, ഇതാണ് നെക്സ്റ്റ് ടെമ്പിൾ. ഇറ്റ് ഇസ് മഹാഗണപതി ടെമ്പിൾ. സോ ഇവരുടെ ഇൻഫ്രാസ്ട്രക്ചർ ഒക്കെ അടിപൊളിയാണ്. അതെ അതെ. ഇതെന്തോ നെക്സ്റ്റ് നമുക്ക് അടുത്ത രാമൻ്റെ അമ്പലം കാണാം. സോ ഇത് ശ്രീരാമസ്വാമിയുടെ ടെമ്പിളാണ്. സോ നിങ്ങളൊക്കെ മല്ലേശ്വരം വരുമ്പം അവർക്കൊക്കെ ചിലപ്പോൾ അറിയായിരിക്കും, നമ്മളായിരിക്കും ഇപ്പൊ ഇതൊക്കെ കണ്ടുപിടിച്ചത്. കറക്റ്റ്. നമ്മൾ യൂഷ്വലി 8th ക്രോസിൽ പോയിട്ട് വരുമല്ലേ. പിന്നെ ഞങ്ങൾ കുറേ തപ്പി കേട്ടോ ഞങ്ങളുടെ വണ്ടി എവിടെ പാർക്ക് ചെയ്തതെന്ന്. അവസാനം വണ്ടിയും എടുത്ത് ഞങ്ങൾ പോകുകയാണ്. ഇനി നമ്മൾ തിരിച്ചു പോകുന്ന സ്ഥലമൊക്കെ കുറച്ചൊന്ന് കാണിച്ചു തരാം. ആൻഡ് മല്ലേശ്വരം ആൻഡ് നമ്മൾ ആ BL സർക്കിളൊക്കെ പോകുന്ന സ്ഥലത്ത് ഫുൾ ഗ്രീനറിയാണ്. അത് ഒരു കാണേണ്ട കാഴ്ച തന്നെയാണ്. സോ നമ്മൾ പോകുന്ന വഴിക്ക് സംപിഗെ റോഡ് വഴിയാണ് പോകുന്നത്. സോ യു ക്യാൻ സീ ഫുൾ ഫ്ലവറിൻ്റെ ഷോപ്പാണ് അവിടെ ഉള്ളത്. അപ്പോൾ പിന്നെ നമ്മൾ ആ പണ്ടത്തെ കോഫി ഡേ ഷോപ്പും, പിന്നെ ഞാൻ പണ്ട് +2 പഠിച്ചുകൊണ്ടിരുന്നപ്പം ഞാൻ ശാന്തി സാഗർ, അന്ന് അത് ശാന്തി സാഗർ എന്നായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പോൾ അതിൻ്റെ പേരൊക്കെ മാറ്റി, ഉടുപ്പി. എവിടെ നോക്കിയാലും ഉടുപ്പി തന്നെയാണ്. അപ്പോൾ ഈ ശാന്തി സാഗറിന് ഞങ്ങൾ ഫ്രണ്ട്സൊക്കെ കൂടെ പോയിട്ട് ചിക്കു ജ്യൂസ് കുടിച്ചതൊക്കെ അവർക്ക് ഓർമ്മയുണ്ടെന്ന് വിചാരിക്കുന്നു. ഗൈസ്, നിങ്ങൾക്ക് ഓർമ്മയുണ്ടെങ്കിൽ അത് കമൻറ്റ് ബോക്സിലിടൂ. പിന്നെ ഞങ്ങൾ നേരെ നമ്മൾ BL സർക്കിൾ വഴിയാണ് പിന്നെ പോയത്. അത് കഴിഞ്ഞപ്പോഴത്തേക്ക്
പിന്നെ നമ്മൾ വീട്ടിലെത്താൻ വേണ്ടിയിട്ട് കുറേ പിള്ളേർക്കൊക്കെ എന്തൊക്കെയോ വാങ്ങിച്ചു പോകണമെന്നൊക്കെ വിചാരിച്ചു. അവിടെ ഈ ഒരു സ്ഥലം ഞങ്ങൾക്ക് മറക്കാൻ പറ്റത്തില്ല. ഇത് ഞങ്ങളുടെ ബസ് സ്റ്റോപ്പ്. തിരിച്ച് വീട്ടിലേക്ക് പോകുന്ന മലേശ്വരം 18th ക്രോസ് ബസ് സ്റ്റോപ്പ്. പക്ഷെ അന്നൊക്കെ എന്ന് പറയുമ്പോൾ കാല് കുത്താനുള്ള സ്ഥലം. ഇവിടെ ഒരു യൂണിവേഴ്സിറ്റി, സ്കൂൾ യൂണിവേഴ്സിറ്റി, പിന്നെ CETയുടെ കൗൺസിലിംഗ് ഒക്കെ നടക്കുന്നത് ഇവിടെയാണ്. പിന്നെ ഈ ഗ്രൗണ്ട് വന്നിട്ട് നമ്മുടെ അമ്മണി കോളേജിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ്. ഗവൺമെന്റ് കോളേജിന്റെ ഗ്രൗണ്ട് ആണ്. അവിടെ നിന്നാണ് നമുക്ക് വായ്നോട്ടമൊക്കെ ഉണ്ടാകുന്നത്. ഒന്ന് നിർക്കേ, ഞാൻ എന്ത് മനോഹരമായിട്ടാ വണ്ടി ഓടിക്കുന്നത് നോക്കുവാ. അത് പറയാതിരിക്കാൻ പറ്റില്ല, അവിടെ നന്നായിട്ട് വണ്ടി ഓടിക്കും. പറഞ്ഞില്ലല്ലോ, എന്നിട്ട് ഞാനല്ലേ ഓർമ്മിപ്പിച്ചത്. അതാ ആ പാർക്ക് നിങ്ങൾ കണ്ടോ? ഇവിടെയാണ് ഞങ്ങൾ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ. ഞങ്ങളല്ല ഗൈസ്, ഇവളുടെ കൂട്ടുകാരും മാത്രം. ഞങ്ങൾക്ക് ഇപ്പൊ ക്ലാസ്സിൽ കയറണമെങ്കിൽ ഞങ്ങൾ രാവിലെ അവിടെ കയറി ഇരിക്കുന്നത്. ആ ബസ്സിൽ പോകുന്നവർ തിരിച്ചു വരുമ്പോഴും ഞങ്ങൾ അവിടെ തന്നെ ആയിരിക്കും ഇരിക്കുന്നത്. അപ്പൊ അതൊക്കെ ഒരു മെമ്മറീസ് ആയിരുന്നു. പിന്നെ നമ്മൾ ഇവിടുന്ന് നേരെ DL സർക്കിൾ വഴിയല്ലേ. അതെ അതെ, ഇപ്പൊ കാണിച്ചത് മറ്റേ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആണ്. എനിക്ക് തോന്നുന്നു ഒരു സീരീസ് ഉണ്ട്, ജസ്റ്റ് ലിറ്റിൽ തിങ്സ് എന്ന് പറഞ്ഞിട്ട്. അതിനകത്ത് അവർ ഒരു സീക്വൻസ് കാണിക്കുന്നുണ്ട്, നായകൻ ഇവിടെ പഠിക്കാനായിട്ടോ എന്തോ റിസർച്ചിന് വരുന്നതായിട്ട്. അതെനിക്ക് ഓർമ്മ വന്നു. ഈ ഏരിയ ഒക്കെ വളരെ ബ്യൂട്ടിഫുൾ ആണ്. ആൻഡ് പിന്നെ നമ്മൾ കയറുന്നത് സദാശിവ് നഗറിലേക്കുള്ളതാണ്. അവിടെ മൊത്തം 2 സൈഡൊന്നും ട്രീസ് ആണ്. ലുക്ക് ദ ബ്യൂട്ടി. അടിപൊളി അല്ലേ? നല്ലൊരു വെതറായിരുന്നു ഒന്നാമത്. അന്ന് അധികം വെയിലും ഇല്ല, മഴയും ഭാഗ്യത്തിന് പെയ്തില്ല. ഞങ്ങൾ വിചാരിച്ചു മഴയത്ത് പെടുമെന്ന്, പക്ഷെ അതൊന്നുമില്ല. അങ്ങനെ പിന്നെ നമ്മൾ ഇനിയിപ്പോൾ നെക്സ്റ്റ് അടുത്ത ഇനി വേറെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് പോകുമ്പോൾ നമ്മൾ ഇങ്ങനെ വ്ളോഗ് എടുക്കുന്നതായിരിക്കും. നമ്മൾ കുറേ നാളുകൾക്ക് ശേഷമാണ് ഇങ്ങനെ ഒരു ഡ്രൈവിന് പോകുന്നത്. സോ അപ്പം നിങ്ങളും ഇതുപോലെ നിങ്ങളുടെ സിസ്റ്ററിൻ്റെ കൂടെ ബ്രദറിൻ്റെ കൂടെയൊക്കെ കുട്ടികളൊന്നുമില്ലാതെ തനിച്ച് ഒന്ന് സ്പെൻഡ് ചെയ്യാം. അപ്പം വീണ്ടും ഞങ്ങൾ അടുത്തൊരു വ്ളോഗുമായി കാണുന്നവരെ സ്റ്റേ ട്യൂൺ. Until then, bye-bye and take care. ഇതിനകത്ത് ഇപ്പം നിങ്ങളൊരു പുതിയ വോയിസ് കേട്ടിട്ടുണ്ടാവും. അതെൻ്റെ സിസ്റ്ററാണ് ജെന്നി. അപ്പം അവളും ഞങ്ങൾ 2 പേരും കൂടെ ചേർന്നാണ് ഇന്ന് ഈ വ്ളോഗ് ഞങ്ങൾ എടുത്തത്. അപ്പോൾ വീണ്ടും ഞങ്ങളിത് പറഞ്ഞ് മുഷിപ്പിക്കുന്നില്ല. അപ്പോൾ ബൈ, ടേക്ക് കെയർ, സീ യു.